ശ്രീ പ്രദീപ്, ഇപ്പോൾ KSRTC മാനേജ്മെന്റ് തന്നെ നിർബന്ധിത VRSന് നീങ്ങുകയാണ്. ഏകദേശം 7000-ലധികം 50 വയസ്സ് പ്രായം കഴിഞ്ഞ 7000-ലധികം ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പോ BMSനോ മറ്റ് ജീവനക്കാർക്കോ ലഭ്യമായിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു മുന്നറിയിപ്പും KSRTC ലഭിച്ചിട്ടില്ല. KSRTC മാനേജ്മെന്റ് ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ലഭിച്ചിട്ടില്ല നാളിതുവരെ. ചില പ്രപ്പോസലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTC മാനേജ്മെന്റ് നീങ്ങുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ നിലവിലിപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുന്നതിനോട് ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്, KSRTC ഇപ്പോൾ നവീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജീവനക്കാരന് VRS കൊടുത്തുകൊണ്ട് ആ ജീവനക്കാരന്റെ എണ്ണം കുറച്ചുകൊണ്ട് KSRTC മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് മാനേജ്മെന്റ് പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, KSRTCയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ 1000 ബസ്സുകളാണ് ഇപ്പോൾ KSRTCയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 1000 ബസ്സുകൾ വരെയും 2:1 എന്നുള്ള RTC ആക്ട് പ്രകാരം KSRTC കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ട സഹായധനം, അത് BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. മാനേജ്മെന്റും സർക്കാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ട ആ മൂലധന നിക്ഷേപത്തിന്റെ ആ തുക അതുകൂടെ കണ്ടെത്തിക്കൊണ്ട് KSRTCയെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലയാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്രയമാകുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റേണ്ട സാഹചര്യത്തില് ജീവനക്കാർക്ക് VRS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനക്കാരനെ മനമടിപ്പിക്കുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം പറയുകയല്ല. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി, കുറേ നാളുകളായി KSRTCയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ പരിഷ്കാരങ്ങളുടെ ആകത്തുക പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് സർക്കാരിന് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന് ന്യായമായും ഞങ്ങൾ. പ്രദീപ്, ഈ മാനേജ്മെന്റ് പറയുന്നത് VRS നടപ്പാക്കിയാൽ ശമ്പള ചെലവിൽ ഏകദേശം 50% കുറവുണ്ടാകുമെന്നാണ്. ആ ഒരു കാരണത്താലാണ് ഈ VRS നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം, അല്ലെങ്കിൽ മാനേജ്മെന്റ് കണക്ക് കൂട്ടുന്നത്. നമുക്കൊരു പൊതു തത്വം ഞാൻ ചോദിക്കാം. നമ്മൾ ചെരുപ്പിനനുസരിച്ചിട്ടാണോ നമ്മൾ കാല് മുറിക്കുന്നത്, അല്ല കാലിന്റെ കാര്യത്തിനനുസരിച്ചാണോ ചെരുപ്പ് ഉണ്ടാക്കുന്നത്? സ്വാഭാവികമായി ആ ഒരു തത്വമാണ് ഇതിനകത്ത് വരുന്നത്. കാരണം KSRTCയെ സംബന്ധിച്ചിടത്തോളം മൂലധനം എന്ന് പറയുന്ന ബസ് ഇപ്പോൾ ഇറങ്ങുന്നില്ല. അതെല്ലാം ഒരു സ്വകാര്യ കമ്പനിയായ സിറ്റിലേക്കാണ്. ആ സിറ്റിലേക്ക് ആൾക്കാരെ നിയമിക്കുന്നത് കോൺട്രാക്ട് വേതനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി സർക്കാർ ഉദ്യോഗത്തിലേക്ക് കടന്നു വരുന്നത് അവന്റെ തൊഴിൽ സുരക്ഷയും അവന്റെ ജീവിത സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടാണ് അവൻ സർക്കാർ ഉദ്യോഗത്തിലേക്ക് കടന്നു വരുന്നത്. ആ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവന്റെ സ്ഥിര നിയമനം എന്നുള്ള കാര്യം പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ട്, നമുക്കറിയാം ഭരിക്കുന്ന സർക്കാർ തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണ്. ആ സർക്കാരാണ് ഇത്തരത്തിൽ കോൺട്രാക്ട് വൽക്കരണം, സ്വകാര്യവൽക്കരണവുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു ചോദ്യം വരുന്നത്. അവിടെയാണ് 1000 ബസ്സുകൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. സർക്കാർ പുതിയ മൂലധനമായി ബസ്സുകൾ കോർപ്പറേഷനിലേക്ക് ഇറക്കണം. ആ ബസ്സുകൾ ഓടിച്ചാലൂടെ വരുമാനം വരും. 50,000-ൽ പരം വരുന്ന ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ അഭ്യസ്തരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് KSRTC. അങ്ങനെ വളർത്തേണ്ട ഒരു KSRTC ആണ്. അവിടെ ഏറ്റവും കൂടുതൽ സ്ഥാപനത്തിന് വരുമാനം കൊണ്ടുവരുന്നത് റൂട്ടിലോടുന്ന ബസ്സാണ്. ആ ബസ്സുകൾ കഴിഞ്ഞ 7 വർഷക്കാലമായി ബസ്സില്ല KSRTCക്ക്. ആകെ എടുത്തത് 7 വർഷത്തിൽ 106 ബസ്സാണ്. വർഷത്തിൽ 1000 ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന 1000 ബസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ ബസ്സുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന KSRTCയിൽ 7 വർഷം കൊണ്ടിറങ്ങിയ 106 ബസ്സുകളാണ്. എങ്ങനെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്? എങ്ങനെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന ചെലവ് മുന്നോട്ട് പോകുന്നത്? സ്വാഭാവികമായും പ്രവർത്തന ചെലവ് കൂടുകയും വരുമാനം കുറയുകയും ചെയ്യുമ്പോൾ സർക്കാരിനെ ആശ്രയിക്കുക സ്വാഭാവികമാണ്. അപ്പൊ സർക്കാർ ഇതിനെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടി മൂലധന നിക്ഷേപം നടത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. 1131 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിക്കപ്പെട്ടു. 1031 കോടി. 900 കോടി രൂപ പെൻഷനിലേക്ക് മാറ്റിവെക്കുകയാണ്. 900 കോടി. ബാക്കി 131 കോടി രൂപ KSRTCക്ക് മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വെച്ചത്. ആ 131 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ 116 കോടി രൂപ എടുത്ത് സിറ്റിനാണ് വണ്ടി വാങ്ങിച്ചത്. KSRTCക്ക് അല്ല വാങ്ങിച്ചത്. അപ്പൊ സർക്കാർ ഒരു ഗതാഗത നയം ഉണ്ടാവണം. സർക്കാർ ഇതിനെ പോസിറ്റീവായി വീക്ഷിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൂടുതൽ സർവീസുകൾ നിരത്തിലിറക്കിക്കൊണ്ട്, കൂടുതൽ ബസ്സുകൾ, പുതിയ ബസ്സുകൾ നിരത്തിലിറക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിനെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. അതല്ലാതെ VRS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനക്കാർ 50 വയസ്സിന് മുകളിലുള്ള ജീവനക്കാരും പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തവരാണോ? പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ജീവനക്കാർക്ക് സ്വാഭാവികമായി അവൻ അതനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് സർവീസ് നീക്കാനുള്ള സംവിധാനങ്ങളോടെ ഉണ്ടല്ലോ. ഇത്രയും അനുഭവസ്ഥരായ ഉദ്യോഗസ്ഥരെ ഒരു VRSന്റെ പേരിൽ ഇങ്ങനെ സ്വാഭാവികമായി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുത്തെ തൊഴിൽ പീഡനങ്ങൾ നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആകെ ജീവനക്കാർ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ അവനെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി നടക്കണം. ഈ പദ്ധതിയൊക്കെ അതിന്റെ പിന്നിൽ അണിയറയിൽ ഇത്തരം പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് അതിന്റെ മുന്നണിയിലേക്ക് ഈ തൊഴിൽ പരിഷ്കാരങ്ങളും പീഡനങ്ങളും വരുമ്പോൾ സ്വാഭാവികമായും ജീവനക്കാർ അതിലേക്ക് എത്തപ്പെടുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് KSRTC കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ശുഭപ്രതീക്ഷയോടുകൂടി
കൂടുതൽ മൂലധന നിക്ഷേപം നടത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലയായി അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാക്കി ഇതിനെ മാറ്റാമെന്നിരിക്കെ ഇതിന്റെ വസ്തുവകകൾ ഉൾപ്പെടെ തന്നെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമം KSRTC നടക്കുന്നു. അതിന്റെ പിന്നിൽ അണിയറ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെയെന്ന് ഞങ്ങൾക്ക് സ്വാഭാവികമായി ഇതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. BMS അപ്പോൾ വരും ദിവസങ്ങളിൽ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകും. ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ മാനേജ്മെന്റ് നയത്തോട് വിയോജിപ്പ് തന്നെയാണല്ലേ? അല്ല, മാനേജ്മെന്റിന്റെ നയമെന്ന് ഞങ്ങൾ പറയുന്നത് VRS കൊടുത്തുകൊണ്ടല്ലല്ലോ KSRTC സംരക്ഷിക്കേണ്ടത്. KSRTC സംരക്ഷിക്കേണ്ടത് കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്രയമാവുന്ന രീതിയിൽ KSRTC സംരക്ഷിക്കണം. അല്ലാതെ VRS കൊടുത്തുകൊണ്ട് ജീവനക്കാരെ മാറ്റിക്കൊണ്ട് ഒരു ഗൃഹനാഥൻ അവൻ അത്രയും കാലം അധ്വാനിച്ചു, ഇനി 4 വർഷം കൂടിയേ ഉള്ളൂ, ആ 4 വർഷം കൂടി അവന്റെ വരുമാനം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അവനങ്ങ് കൊന്നുകളയാൻ ഏതെങ്കിലും വീട്ടിലെ കുടുംബാംഗങ്ങൾ കരുതുമോ? അപ്പൊ അത്തരത്തിലല്ല. ഈ സ്ഥാപനത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് വന്നാൽ BMS സംരക്ഷിക്കും. അതല്ലാതെ ഇത്തരത്തിലെ കൊരട്ട് പരിപാടികളുമായി വന്നാൽ ഞങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. സ്ഥാപനത്തിനെ സംരക്ഷിക്കണമെങ്കിൽ സ്ഥാപനത്തിന്റെ മൂലധനം സംരക്ഷിക്കപ്പെടണം. ആ മൂലധനം നൽകണം സ്ഥാപനത്തിന്. ആ മൂലധനം വെച്ചിട്ട് ആ സ്ഥാപനത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്നത്. അത്തരത്തിൽ പോസിറ്റീവായ പ്രൊഡക്റ്റീവായ കാര്യങ്ങളെ കുറിച്ച് സർക്കാർ ചിന്തിക്കണമെന്ന് തന്നെയാണ് BMSന്റെ അഭിപ്രായം. ഇപ്പൊ കേന്ദ്ര സർക്കാർ 1000 ബസ് കൊടുക്കുന്നു, സംസ്ഥാന സർക്കാരും അതനുസരിച്ചുള്ള മൂലധന നിക്ഷേപം KSRTC നടത്തണം. KSRTCയുടെ മൂലധന നിക്ഷേപം നടത്തിക്കൊണ്ട് KSRTC സംരക്ഷിക്കുന്ന തരത്തിൽ നാളത്തെ തലമുറയ്ക്ക് പ്രചോദനമാകുന്നതിന് അല്ലെങ്കിൽ പ്രയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാക്കി KSRTCയെ മാറ്റണം. അതല്ലേ വേണ്ടത്. അതല്ലാതെ ഇരിക്കുന്ന കൊമ്പുകൾ മുറിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഈ നയത്തിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. VRS എന്നുള്ള സംവിധാനത്തിന് ഇപ്പോൾ PSL VRS കൊടുത്തു, ഞങ്ങൾ ആരും അതിനെ എതിർത്തില്ല. അല്ലെങ്കിൽ KSRTC VRS, പക്ഷെ VRS അല്ല പരിഹാരം എന്നുള്ളതാണ് BMSന്റെ നിർദ്ദേശം. വളരെയധികം നന്ദി ശ്രീ പ്രദീപ് നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചു.